ഗൾഫിൽ ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് കാസർഗോഡ് സ്വദേശി നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശികളായ ഷഫ്രിൻ ഇബ്രാഹിം, ഭർത്താവ് ഇജാസ് എന്നിവർക്കെതിരെയാണ് പരാതി. ഇൻസ്റ്റഗ്രാമിലൂടെ യുവതിയെ പരിചയപ്പെട്ട ഇവർ 31 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിലുള്ളത്. 2019 ഈ ഷഫ്രിൻ ഇജാസ് എന്ന് പറയുന്നവരെ ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ അവരെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തന്ന് നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വാങ്ങി. അതിനുശേഷമാണ് ഇവർ എൻ്റെ അടുത്ത് പറയുന്നത് ഗൾഫിൽ പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടുമെന്ന് പറഞ്ഞ്. ശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ 2021 മുതലാണ് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടും പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതുമില്ല. ടോട്ടൽ ഷഫ്രിൻ ഇജാസിൻ്റെ അക്കൗണ്ടിലേക്കും ഭർത്താവ് ഇജാസിൻ്റെതിലേക്കും 27 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരൊരു ഫ്രണ്ട് ഉണ്ട്, സൗമ്യ അനുരഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുണ, ദമ്പതികൾ പണം തട്ടിയതായി പരാതി. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? സുഹൈലെ, ഉദിനൂർ സ്വദേശിയായ ഷറഫുന്നീസിയാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത്. ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. 2021 മുതൽ 2025 വരെയുള്ള 4 വർഷങ്ങളായി പല തവണകളായി ഈ ഷഫ്രിൻ ഇബ്രാഹിമിന്റെയും അതുപോലെ തന്നെ ഇജാസിന്റെയും അക്കൗണ്ടുകളിലേക്കായി 27,19,495 രൂപ നിക്ഷേപിച്ചു എന്നാണ് ഷറഫുന്നീസയുടെ പരാതി. കൂടാതെ ഈ ഷഫ്രിൻ ഇബ്രാഹിമിന്റെ സുഹൃത്തായ സൗമ്യ എന്ന യുവതിക്ക് 4 ലക്ഷം രൂപ ഈ ഷഫ്രിൻ പറഞ്ഞതനുസരിച്ച് നൽകിയെന്നും പറയുന്നുണ്ട്. ഗൾഫിൽ വൻ തുക നിക്ഷേപമായി സ്വീകരിച്ച് നല്ല ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതെന്നാണ് പറയുന്നത്. നിരവധി തവണ ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചന്തേര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇരുവരുടെയും സൈബർ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് എടുക്കുന്നുണ്ട്. പോലീസ് കേസ് അന്വേഷിച്ചു വരികയാണ്. സുഹൈൽ, ശരി, എന്തായാലും പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് എന്ന വാർത്ത വിശദാംശങ്ങൾ നൽകിയത്.